സ്വവർഗരതി ഒരു തിന്മയാണോ? ഈ ഒരു ചോദ്യം ഈ ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഞാൻ ഉന്നയിച്ചാൽ പോലും ഒരുപക്ഷെ ഈ സദസ്സിൽ പോലും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇതിൻ്റെ ഈ സ്വവർഗരതി ഒരു തിന്മയാണോ നന്മയാണോ എന്നുള്ള ചർച്ചയുടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു 10 വർഷം മുമ്പുള്ള ഒരു പ്രോഫ്കോണിൻ്റെ വേദിയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിലായിരുന്നു ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എങ്കിൽ എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു ഉത്തരമുണ്ടായിരുന്നു: അത് ശരിയല്ല. ആണും തമ്മിലുള്ള, പെണ്ണും തമ്മിലുള്ള പ്രകൃതി വിരുദ്ധമായ ആ ഒരു ലൈംഗിക ബന്ധം അത് ശരിയല്ല, അത് തെറ്റാണ്, മ്ലേച്ഛമായ കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമായിരുന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് സ്വവർഗരതിക്ക് വേണ്ടി വാദിക്കുന്നവരും അതിനുവേണ്ടി ചാനൽ ചർച്ചകളിൽ പോകുന്ന ആളുകൾ പോലും പറയുന്ന കാര്യമാണ്. ഒരു 10-15 വർഷം മുമ്പ് എല്ലാവരും ഒരേപോലെ തെറ്റാണെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? സ്വവർഗരതി. ഞാൻ ചോദിക്കുന്നത്, 10 വർഷം മുമ്പ് നമ്മളെല്ലാവരും മതവിശ്വാസികളായിക്കോട്ടെ, ലിബറലിസ്റ്റുകളായിക്കോട്ടെ, എത്തിസ്റ്റുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ വിപ്ലവ പാർട്ടിക്കാരായിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ തെറ്റാണെന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരേപോലെ തെറ്റാണെന്ന് പറഞ്ഞ കാര്യം 10 വർഷത്തിനിപ്പുറത്ത് എങ്ങനെയാണ് ശരിയായത്? അതല്ല, ഈ തെറ്റ് ശരി എന്ന് പറയുന്നതിനൊന്നും ഒരു മാനദണ്ഡവും ഇല്ലേ, ഒരടിസ്ഥാനവും ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ തെറ്റാണെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്, എല്ലാവരും ഒരേപോലെ തെറ്റാണെന്ന് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ അത് ശരിയായി വാദിക്കുന്ന, അല്ലെങ്കിൽ അത് ശരിയായി സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടില്ല എന്ന് എന്താ ഉറപ്പ്? അങ്ങനെ അവതരിപ്പിക്കപ്പെടുമെങ്കിൽ ഇന്ന് നമ്മളത് തെറ്റാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ സ്വന്തം പെങ്ങൾ ആ സ്വന്തം പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സ്വന്തം പെങ്ങളുമായി, രക്തത്തിൽ പിറന്ന പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും, ഒരു മതമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആശയധാരകളോ ഒന്നും അവിടെ വിഷയമാകാതെ എല്ലാവരും ഒരേപോലെ പറയും, അത് ശരിയാവൂല, അത് വൃത്തികേടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? ഇല്ല. ഇനി ഒന്നുകൂടി കടന്ന് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഉമ്മയോട് അല്ലെങ്കിൽ സ്വന്തം ഉപ്പയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? എങ്കിൽ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇൻസെസ്റ്റ്. എന്ന് വെച്ചാൽ രക്തബന്ധത്തിലുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പറയുന്നതാണ് ഇൻസെസ്റ്റ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നമ്മളെല്ലാവരും ഒരേപോലെ പറയുന്നു ഇൻസെസ്റ്റ് അഥവാ സ്വന്തം പെങ്ങളുമായോ ഉമ്മയുമായോ ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ്, യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാർ പറയാണ് ഇൻസെസ്റ്റ് എനിക്ക് പ്രശ്നമില്ല, എൻ്റെ പെങ്ങൾക്കും പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പം നിങ്ങൾ പറയും, സ്വവർഗരതിയൊക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെ ആരും വാദിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയും. എങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് യൂറോപ്പിൽ നടന്നിട്ടുള്ള ഒരു സംവാദത്തിലേക്കാണ്. സംവാദം നടക്കുന്നത് നിരീശ്വരവാദികളും മുസ്ലിങ്ങളും തമ്മിലാണ്. നിരീശ്വരവാദത്തിനു വേണ്ടി സംസാരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട നിരീശ്വരവാദ പ്രചാരകനായ പ്രൊഫസർ ലോറൻസ് ക്രോസ് ആണ്. അദ്ദേഹം ഈ ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വന്നപ്പോൾ മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് ആദ്യം നിങ്ങൾ കേട്ടോളൂ. I wanted to know, yes. Did you think it was wrong? And I wanted to know why. There's no sense why homosexuality is wrong. I wanted to know what common sense tells you that homosexuality is wrong, except some self-proclaimed prophet telling you with no evidence. There's a different point. Okay. ഈ ചോദ്യവും ഇതിന്റെ ഉത്തരം കൃത്യമായി ശ്രദ്ധിക്കണം. അതാണ് എൻ്റെ വിഷയത്തിന്റെ ആകത്തുക. അദ്ദേഹം ചോദിക്കുന്നത്, ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് യുക്തിയാണ് ഉള്ളത്? ഏതോ ഒരു സെൽഫ് പ്രൊക്ലെയിംഡ്, സ്വയം പ്രഖ്യാപിത പ്രവാചകൻ പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് യുക്തിയാണുള്ളത് ഈ സ്വവർഗരതി തെറ്റാണെന്ന് പറയാൻ? അപ്പോൾ മുസ്ലിം ഭാഗത്ത് നിന്ന് സംസാരിച്ച ഹംസ സോഡ്സിസ് തിരിച്ചു ചോദിച്ചു, ഇൻസെസ്റ്റ്, നേരത്തെ പറഞ്ഞ ഇൻസെസ്റ്റ്, സ്വന്തം പെങ്ങളുമായോ ഉമ്മയുമായോ ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാണ് മൂപ്പര് വിചാരിച്ചത്. മൂപ്പര് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് കോമൺ സെൻസ് ആണ് ഇൻസെസ്റ്റ് തെറ്റാണെന്ന് പറയാനുള്ളത്? അതിൻ്റെ ഉത്തരം നിങ്ങൾ കൃത്യമായി കേട്ടോളൂ. Okay, let me ask Professor Krauss a question.
Why is incest wrong? It's not clear to me that it's wrong. Okay. It's clear to me. There's an evidence. No. Listen to me. Listen to me. Wait, let's give him the respect, please. He's got a You justification. asked me a question, and if you want me to answer, I will. Yeah, of course. Do it. Okay. The point is, most societies have a taboo on incest, and it's an empirical one. Generally, incest produces genetic defects. Yes. Okay? And so in general, there's a physiological reason and a societal one why incest is wrong. Yes. Okay? But അപ്പോൾ ഒരു എന്താ ഇൻസെസ്റ്റ് എന്തുകൊണ്ടാണ് തെറ്റായെന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് അത്ര ക്ലിയർ ഒന്നുമല്ല തെറ്റാണ്. കാരണം എന്താ, സ്വന്തം പെങ്ങളുമായോ ഉമ്മയുമായോ ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് എന്തുണ്ടാകും? ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സമാധാനം. അങ്ങനെയെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയണ്ട. കാരണം ബട്ട് എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് തുടരുന്നു. you ask me a priori, for example, the question, if a brother and a sister loved each other and used contraception, is there something absolutely morally wrong about that? And that, by the way, and it was once, and they went off and it didn't affect anything else, I'd have to think about it, because I don't think there's any absolute condemnation of that fact. If they love each other and care for each other. ലിബറലുകൾക്ക് അതിനും പരിഹാരമുണ്ട്. സ്വന്തം പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും സ്നേഹവും കെയറും ഒക്കെ ഉണ്ടായിട്ട് സ്വന്തം പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് വല്ലാതെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോൺട്രാസെപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിലൊരു അബ്സല്യൂട്ട് കണ്ടംനേഷൻ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇൻസെസ്റ്റ് ശരിയാണെന്ന് വാദിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നു. പക്ഷേ ഇത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, കുറച്ച് വർഷം മുമ്പ് നടന്ന ഒരു സംവാദമാണ്. ഒന്നാലോചിച്ച് നോക്കുക. ഇതാണ് പുരോഗമനം. നമ്മൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരാൾ മാത്രം പറയുന്നതല്ല, മറിച്ച് ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഡിപെൻഡന്റ് ന്യൂസാണ്. സ്വീഡിഷ് ലിബറൽ പീപ്പിൾസ് പാർട്ടിയുടെ യൂത്ത് വിങ്, അതിലെ കുറച്ച് യുവാക്കള് എന്ത് ചെയ്തിരിക്കുകയാണ്? തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഇൻസെസ്റ്റ് ആൻഡ് നെക്രോഫീലിയ ഷുഡ് ബി ലീഗൽ അക്കോർഡിംഗ് ടു യൂത്ത് ബ്രാഞ്ച് ഓഫ് സ്വീഡിഷ് ലിബറൽ പീപ്പിൾസ് പാർട്ടി. എന്താ നേരത്തെ പറഞ്ഞ സ്വന്തം പെങ്ങളുമായോ അതല്ലെങ്കിൽ ഉമ്മയുമായോ ഉപ്പയുമായോ ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇൻസെസ്റ്റ്, അതും കഴിഞ്ഞില്ല. പിന്നെന്താ കാണുന്നത്? നെക്രോഫീലിയ. എന്താ നെക്രോഫീലിയ? ശവരതി. ശവത്തെ ഭോഗിക്കാനുള്ള അവകാശത്തിനു വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. മരിച്ചാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ന്യൂസ് നമുക്ക് ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ന്യൂസ്, അതുപോലെ തന്നെ ഡെയിലി മെയിലിലെ ന്യൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു മതത്തിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്, മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത്. അതിനൊരു യുക്തിയുമില്ല. അത് ഒരു സെൽഫ് പ്രൊക്ലെയിം പ്രവാചകൻ പറഞ്ഞതെന്നല്ലാതെ അതിനൊരു യുക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരോഗമിക്കാൻ പോയ ആളുകളാണ്. കേരളത്തിൽ അത്ര പുരോഗമനം എത്തിയിട്ടില്ല, അല്ലേ? കേരളത്തിൽ അത്ര പുരോഗമനം എത്തിയിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും തെരുവിൽ ചുംബിക്കാനും അതുപോലെ തന്നെ സ്വവർഗരതി നടത്തുവാനുള്ള പുരോഗമനമൊക്കെ എത്തിയിട്ടുള്ളൂ. യൂറോപ്യൻ നാടുകളിൽ അതിൽ നിന്നും പുരോഗമിച്ച് സ്വന്തം പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലേക്ക്, സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലേക്ക്, അതും കഴിഞ്ഞ് ശവത്തെ ഭോഗിക്കുന്നതിലേക്ക്, അതും കഴിഞ്ഞ് മൃഗരതിക്കു വേണ്ടി വാദിക്കുന്ന അവസ്ഥയിലേക്ക്, അതും കഴിഞ്ഞ് ചില ആളുകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പീഡോഫീലിയയിലേക്കാണ്. ചെറിയ കുട്ടികൾ. അപ്പോൾ ഇതാണ് പുരോഗമനം. പുരോഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ അത്ര പുരോഗമനം എത്തിയിട്ടില്ല. വൈകാതെ എല്ലാവരും കുടിച്ചു കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം.